നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, എന്റെ ഡിഫാം എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ പഠിക്കുന്ന കോളേജും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പക്ഷെ ഞാൻ താമസിക്കുന്ന സ്ഥലവും എന്റെ കോളേജും തമ്മിൽ ഏകദേശം നല്ല ഡിഫറൻസ്, മീൻസ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് നല്ല ഒരുപാടുണ്ട്. ഞാൻ ദിവസം ബസ്സിന് പോയി വരാറാണ് ചെയ്യാറ്. അപ്പോൾ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഞാൻ LBS വഴി അപ്ലൈ ചെയ്ത് ആണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഡിഫാമിന്. എന്നെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഡിഫാം എനിക്ക് പഠിക്കുന്ന ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഡിഫാം പഠിക്കണമെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു പേരില് അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ എന്നാൽ പോലും ഞാൻ അലോട്ട്മെന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയായിരുന്നു. കാരണം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമല്ലോ, അടുത്ത സെക്കൻഡ് തേർഡിനത്തേക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്ത് നോക്കി. പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ചേഞ്ച് ആയില്ല. എനിക്ക് ട്രയലിൽ കിട്ടിയതും ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജിൽ തന്നെയാണ്. ഫസ്റ്റ് കിട്ടിയത് അവിടെ തന്നെയാണ്, സെക്കൻഡ് തേർഡും ഒക്കെ അവിടെ തന്നെയാണ്. ഒരു ചേഞ്ചും വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും വിധി എന്ന് വിചാരിച്ച് പോയിരുന്നു. അപ്പൊ എന്റെ വീട്ടിലും പറഞ്ഞ് എനിക്കിത് പഠിക്കാനാണ് വിധി വന്നിട്ടുള്ളത്, അപ്പൊ നീ പൊക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷെ അതിന് മുന്നേ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കോളേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ ബിൽഡിംഗ് വൈസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ വിചാരിച്ചു ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉണ്ട്, പറ്റും, അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോഴത്തേക്ക് ഏകദേശം പകുതിയോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ വിചാരിച്ചു എന്തായാലും പഠിക്കും, എപ്പോഴാണെങ്കിലും പഠിക്കണം, പഠിച്ചിട്ടേ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഡിഫാം തന്നെ പഠിക്കാന്ന് വിചാരിച്ചു. ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ തന്നെ പ്രിൻസിപ്പൾ സാറിനെ കണ്ടു. അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാർ നല്ല ഡീപ്പിൽ പറഞ്ഞു തരും. എന്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ, കാരണം +2 എനിക്ക് നല്ല മാർക്ക് കുറവാണ്, ജസ്റ്റ് പാസ് എന്ന് വേണമെങ്കിൽ പറയാം. കെമിസ്ട്രിക്കൊക്കെ എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഡിഫാം എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം എന്നെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണത്. അപ്പോൾ മാർക്ക് കണ്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് ആ സാർ എന്നോട് ചോദിച്ചത്, കെമിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറവാണല്ലോ, അപ്പൊ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറ്റില്ലെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ +2 കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അതിനുശേഷമാണ് ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ അതിന് മുന്നേ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിരുന്നു. പക്ഷെ അത് പ്രൊഫഷണലിനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം PSC പഠനം, പിന്നെ എന്താണ് ചെറിയ ജോലി, അങ്ങനെ പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു കോഴ്സ്. കാരണം എനിക്ക് നഴ്സിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നഴ്സിംഗ് എനിക്ക് +2 നല്ല മാർക്ക് കുറവായതുകൊണ്ട് തന്നെ നഴ്സിംഗ് എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞിട്ട് 1-2 തവണ ഞാൻ അപ്ലൈ ചെയ്ത് ശ്രമിച്ചു അതിന് വേണ്ടിയിട്ട്. LBS വഴി തന്നെ കിട്ടിയില്ല എനിക്ക്. അതിനുശേഷം ഞാൻ സത്യം പറഞ്ഞാൽ മടുത്ത പോലെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് ഡിഗ്രിക്ക് പോകാൻ എനിക്ക് അതിന് മുന്നേ താല്പര്യം ഇല്ലായിരുന്നു. ഡിഗ്രിക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടും. പിന്നെ അതിനുശേഷം ഒരു അവസരം കിട്ടിയപ്പോഴും ഞാൻ ഡിഫാം മീൻസ് ഡിപ്ലോമ കോഴ്സിന് ഒരു 3 തവണ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ഫസ്റ്റ് തവണ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ തവണ ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി. അതും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഡിഫാമിൽ തന്നെയാണ് കിട്ടിയത്. അതും തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്തൊരു കോളേജിലാണ് കിട്ടിയത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാനിപ്പം പഠിക്കുന്ന കോളേജിൽ ഞാൻ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ സാറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് ആദ്യം എന്നോട് പറഞ്ഞ കാര്യം, മാർക്ക് കുറവാണല്ലോ, ഇത് എടുക്കണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം നമ്മളങ്ങ് തളർത്തി കളയുന്ന രീതിയിലാണ് എന്തോ ഒരു നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു നമ്മൾ കോൺഫിഡൻസ് പോകണമല്ലോ തോന്നി എനിക്ക്. പക്ഷെ ഞാൻ അപ്പോൾ എന്റെ മനസ്സിൽ ആലോചിച്ചത്, മുന്നേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡിഫാമിന് അഡ്മിഷൻ കിട്ടിയെന്നുള്ളത്. ആ കോളേജിൽ ഞാൻ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ മാഡം ആയിരുന്നു. അവര് സത്യം പറഞ്ഞ ഒന്നും ഒരു കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ കോഴ്സിനെ കുറിച്ചോ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും കോളേജിനെ കുറിച്ചോ അവിടുത്തെ രീതികളെ കുറിച്ചോ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവര് ചെന്നപ്പോൾ തന്നെ അഡ്മിഷൻ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ന രേഖകൾ വേണം, ഇന്ന സർട്ടിഫിക്കറ്റ് വേണം, ഇന്ന കോപ്പികൾ വേണം, ഫോട്ടോ വേണം, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റ് അങ്ങ് തന്നു. അപ്പൊ നമ്മള് എടുത്ത് കൊടുത്തു. അപ്പോൾ അത് തന്നെ അവരൊരു ഫോം തന്നു. അതിൽ സൈൻ വാങ്ങി, എന്റെ അച്ഛനെ സൈൻ വാങ്ങി, ഫോട്ടോ ഒട്ടിച്ചു. എന്നിട്ട് പറഞ്ഞ യൂണിഫോമിന് ഇത്ര രൂപ, ഹോസ്റ്റലിന് ഇത്ര രൂപ. അപ്പൊ കാരണം നല്ല ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അതായത് ശ്രീകാര്യം ജംഗ്ഷനല്ല, സത്യം പറഞ്ഞില്ല, അവിടെ നിന്നും കുറച്ച് വേറെ സ്ഥലത്ത് പോകണം. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം. അവിടെ നിന്ന് വെച്ചാൽ വണ്ടി സൗകര്യം, ബസ് സൗകര്യം, ബസ് റൂട്ട് മീൻസ് ഒരു ബസ് എങ്ങാണ്ടേ ഉള്ളൂ. അത് ഏതോ 1-2 സമയത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ബസ് റൂട്ടൊന്നും ഇല്ല.
പിന്നെ കോളേജിന്റെ ബസ്സിൽ വേണം നമ്മൾ പോവാന്. അപ്പൊ അതിന് പ്രത്യേക ചാർജ്, പിന്നെ ഹോസ്റ്റൽ സൗകര്യം അതിന് പ്രത്യേക ചാർജ്. സത്യം പറഞ്ഞാൽ പൈസ കൊടുക്കണം എന്നല്ല പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മീൻസ് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. അതിലുപരി അത് പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യാം, പഠിക്കണമെങ്കിൽ എന്തായാലും ക്യാഷ് കൊടുക്കണം. അപ്പൊ വിചാരിച്ച ഓക്കെ അത് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാം. പക്ഷെ അവര് നമ്മൾ അഡ്മിഷൻ അവിടെ എടുക്കുക അങ്ങനെയുള്ള ഒരു മൈൻഡോട് കൂടി എല്ലാം ചടപടയും തീർത്ത ഒരു മൈൻഡായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു അവിടെ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം. അപ്പോഴാണ് എനിക്ക് അതിന്റെ പോസിറ്റീവ് സൈഡ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. നമ്മൾ ഒരു സബ്ജക്ട് ചാടി എടുക്കണമെങ്കിൽ ഞാൻ സംസാരിച്ച പ്രിൻസിപ്പൽ, ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജിലെ സാറിനെ എന്നോട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നല്ല കോഴ്സാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങും, അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് അവിടെ അഡ്മിഷൻ എടുപ്പിക്കാം. കാരണം സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. പിന്നെ എന്താണ്, നമുക്ക് ഈ ഗ്രാൻസും മറ്റൊക്കെ കിട്ടും, സംഭവം ശരിയാണ്. അതിൽ നിന്നാണ് ഫീസ് പോകുന്നത്. നമുക്ക് തരുന്ന ഫീസ് ഈ ഗ്രാൻസ് വഴി നമുക്ക് കിട്ടും, അത് നമ്മൾ കോളേജിൽ ഏൽപ്പിക്കുക. അങ്ങനെ അവർക്ക് ചിന്തിച്ച് നമ്മുടെ ആ പൈസ അവർക്ക് കിട്ടും, എങ്ങനെയാണെങ്കിലും കിട്ടും. അങ്ങനെ വെച്ചിട്ട് അവർക്ക് നമുക്ക് അഡ്മിഷൻ എടുപ്പിക്കാം. പക്ഷെ അങ്ങനെയല്ല സാറ് അതിന്റെ അതായത് നമ്മളെ കൊണ്ട് പറ്റൂല്ല എന്നുള്ള നമ്മളെ കൊണ്ട് അതിനൊരു അസസ്മെന്റ് നടത്താണ്. കാരണം നമ്മളെ ചാടിക്കറി എടുത്തിട്ട് നമ്മൾ 2 വർഷവും പോവും. പിന്നെന്താണ്, അവർക്കതിൽ ബെനിഫിറ്റാണ്, അവർക്കതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടപ്പെടാനില്ല. പക്ഷെ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആനുകൂല്യങ്ങളും അവിടെ അവർക്ക് പോവാണ്. അതിനുപരി നമ്മുടെ 2 വർഷം പോവാണ്. ഫസ്റ്റ് ടൈം ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഒരു വിഷമം തോന്നിയെങ്കിൽ പോലും പിന്നെ ആലോചിച്ചത് ശരിയാണ്. സാറ് അതിന്റെ നല്ല വശങ്ങളും മോശവശങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട്, നമ്മൾ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അവിടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതൊരു പോസിറ്റീവ് സൈഡായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും, എനിക്കിത് താല്പര്യമാണെന്ന് തോന്നി. കാരണം എനിക്ക് കോളേജ് അന്തരീക്ഷം കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ പഠിക്കാന്നുള്ളൊരു ഉറപ്പിച്ചു. ഞാൻ പേടിയുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ എന്റെ കഴിഞ്ഞ പരമാവധി ശ്രമിക്കണം. അപ്പൊ സാറിന് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നേ പഠിച്ച ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പോളിയിലായിരുന്നു, ഗവൺമെന്റ് പോളിയിലായിരുന്നു. പക്ഷെ അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും ഞാൻ എന്തോ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാൽ അക്കാഡമിക്കിലാണെങ്കിലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം ആരും സപ്പോർട്ടില്ല. അവര് മാർക്ക് കുറയുമ്പോൾ അവര് പാരന്റ്സിനെ വിളിക്കുന്നു, വഴക്ക് പറയുന്നു, ചീത്ത പറയുന്നു, പിന്നെ ഇന്ന് വെക്കുന്നു പറയുന്നു. പിന്നെ അവരൊരു ശ്രദ്ധ, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അവരൊന്നും എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മളൊരു അറ്റാച്ച്മെന്റ് മീൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ. എനിക്കത് ഫീൽ ചെയ്തു. കാരണം ബാക്കിയുള്ള കുട്ടികൾക്ക് വിഷയമല്ല, പക്ഷെ നമ്മളൊരു പേഴ്സണൽ നീഡ് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, ടീച്ചേഴ്സ് നമ്മളൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പൽപ്പം പഠിക്കുന്ന കോളേജ് എനിക്ക് സൗകര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇതുവരെ പേര് പോലും പറഞ്ഞിട്ടില്ല കോളേജിന്. എന്നാൽ പോലും ഒരു കോളേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലല്ല, പക്ഷെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്. പിന്നെ ഏത് കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ അതിനെ ഡീപ്പായിട്ട് ഒന്ന് അനലൈസ് ചെയ്തൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ പറ്റില്ല എന്നൊരു തോന്നലാണെങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല പാടുള്ള വിഷയമാണ്. നമ്മളൊരു 90% എഫർട്ട് ഇടുന്ന സ്ഥലത്ത് നമ്മൾ ഇല്ലാത്തൊരു 100% അല്ലെങ്കിൽ ഒരു 150% എക്സ്ട്രാ ഇടേണ്ടി വരും. കാരണം നമ്മൾ അത്രയും എഫേർട്ട് അതിന് കൊടുക്കേണ്ടി വരും. അതാണ് സത്യം പറഞ്ഞാല്. കാരണം മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ വെറുതെ വായിച്ചു പോകുന്നല്ല, കാണാപ്പാടം പഠിക്കുന്നതല്ല പറ്റില്ല. കാരണം സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വരച്ച് തന്നെ പഠിക്കും. കാരണം ഒരു സ്ട്രക്ചർ പഠിച്ച് 2 സ്ട്രക്ചർ പഠിക്കുമ്പോൾ അത് നമ്മളെ മനസ്സിൽ നിൽക്കും. ഒരു 4 ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം ഒരു ബേസും ഇല്ല, പക്ഷെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വരച്ച് പഠിച്ച് പോവുക. കെമിസ്ട്രിയെ സംബന്ധിച്ചായിരുന്നില്ല, ഏത് വിഷയത്തെ സംബന്ധിച്ചായിരുന്നാലും വേറെ ഒന്നും ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എന്താണോ, സിലബസിൽ എന്താണോ ആ സാധനം നമ്മൾ പഠിച്ച് തറവാക്കി വെച്ചിരിക്കുക, എക്സാമിന് എഴുതുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒന്നും പേടിക്കേണ്ട. പിന്നെ ഉഴപ്പം നിൽക്കരുത്. കാരണം നമ്മൾ ഒരു സാധാരണ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. കാരണം നമ്മളിപ്പോ ഒരു സെഷണൽ എക്സാംസ് ഉണ്ടല്ലോ, എക്സാംസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി
സെഷന് എക്സാമിന് ഏകദേശം 4 മാസം നമുക്ക് ഗ്യാപ്പ് കിട്ടി. ഒരു സെക്കൻഡ് ആയപ്പോഴത്തേക്ക് അത് പാതിയായിട്ട് കുറഞ്ഞു. ഇപ്പൊ ആ തേർഡ് നടക്കാമെന്ന്. ആ തേർഡിന് ഇനി ഒരു മാസം ഗ്യാപ്പുകൾ. 1 മാസം തികച്ചില്ല, ഞാൻ ഈ പറഞ്ഞാണ് 1 മാസമാണ്. അത് ഏകദേശം 15 ദിവസമായി. ഇനി ഒരു 15 ദിവസം കൂടി 3ാമത്തെ സെഷനിലുള്ളൂ. അത് കഴിഞ്ഞാൽ 1-2 മാസത്തിനകം ബോർഡ് എക്സാം വരും. പക്ഷെ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് ടൈം ഇല്ല. എല്ലാം ഫാസ്റ്റ് ആയിട്ടാണ്. നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി നമ്മൾ ചറവറ പഠിച്ച് കൂടെ പൊക്കോണം. പിന്നെ എന്നെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും അവർ പറഞ്ഞു തരും. നമ്മുടെ എത്രത്തോളം സംശയങ്ങളും ഡൗട്ടുകളും അങ്ങോട്ട് ചോദിക്കുന്നു, അവർ അതിനനുസരിച്ച് അതിന് ഇരട്ടി എഫേർട്ട് ഇട്ട് നമ്മളെക്കാളും 100 ഇരട്ടി എഫേർട്ട് അവർ ഇങ്ങോട്ട് നമുക്കൊരു ക്ലാസ് ആയിട്ട് തിരിച്ചു തരും. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. വാരി വലിച്ച് കാട് കയറി ഒന്നും അവർ പറഞ്ഞില്ല. നമുക്ക് എന്താണോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണോ പ്രീവിയസ് എക്സാമിനേഴ്സ് ചോദിച്ചിട്ടുള്ളത്, അതെല്ലാം കൂടി വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് തരാമെന്ന് എനിക്ക് പറയാം. കാരണം മീൻസ് നമുക്ക് നമുക്ക് ഓടി നടന്ന് എല്ലായിടത്തും വാരി വലിച്ച് ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് അവർ നമുക്ക് കറക്റ്റ് തരുന്നുണ്ട്, വീഡിയോ തരുന്നുണ്ട്. നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ മാത്രം മതി. അപ്പോൾ മാത്രമേ വേണ്ടി. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ വേറൊരു ഞാൻ പഠിച്ച സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വേറെ ഒരു സ്ഥലത്തും സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്റെ ക്ലാസ്സിൽ +2 കഴിഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ട്. എന്നെ പോലെ ഒരുപാട് വർഷം വേറെ കോഴ്സ് പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ എന്റെ ക്ലാസ്സിൽ തന്നെ PG കഴിഞ്ഞ കുട്ടിയുണ്ട്. പിന്നെ 2 വീട്ടമ്മമാരുണ്ട്. സൂപ്പർ സീനിയേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ 24 പേരാണ് ഉള്ളത്. സീനിയേഴ്സില് സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ ഏകദേശം 60-40 കുട്ടികളുണ്ട്. അതിൽ ഏകദേശം ഒരു 10-20 പേരോളം അല്ലെങ്കിൽ 10-15 പേരോളം എപ്പോഴും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, കാരണം കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കും അവരെ കൊണ്ടൊക്കെ പറ്റുമെന്ന്. കാരണം നമ്മുടെ കോളേജിന് 2-3 വർഷമായിട്ട് അത് തുടർച്ചയായിട്ട് റാങ്ക് വരുന്ന ഒരു കോളേജാണ് ഓൾ കേരള. അപ്പൊ അതില് ഏതെങ്കിലും ഒരു റാങ്ക് എപ്പോഴും ഒരു വീട്ടമ്മയായിട്ടുള്ള സ്റ്റുഡന്റിനാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിലുപരി നമ്മൾ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് തള്ളാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്കത് കോളേജിൽ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത്. അവരുടെ റിസൾട്ട് വരുമ്പോഴും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ബോധ്യപ്പെട്ടത്. അതുവരെ നമ്മൾ വിചാരിച്ചു തള്ളി മറിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ സ്റ്റുഡൻസിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ അറിഞ്ഞപ്പോഴാണ്, അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ അറിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളമാണ് അവർക്ക് കിട്ടിയതെന്ന് മനസ്സിലാവുന്നത്. കാരണം അവര് ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. ഞാനിപ്പോ ഒരു 10 വർഷമാണെങ്കിൽ അവരൊരു 10-15 വർഷം ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. ഫാമിലി കാര്യങ്ങളായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന 2-3 കുട്ടികളുള്ള അമ്മമാർ വരെ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ അത്രയും വീട്ടിൽ ടൈം കിട്ടില്ലെങ്കിൽ പോലും അതിലിരട്ടി അവര് ടീച്ചേഴ്സ് അതിനൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നോട്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും ക്ലാസ്സിന്റെ കാര്യത്തിലാണെങ്കിലും അവർ ഫോൺ വഴി കോൺടാക്ട് ചെയ്തിട്ട് ഇതെല്ലാം കുട്ടികൾ എപ്പോൾ വിളിക്കുമോ അതിനനുസരിച്ച് അത് കൊടുത്തോണ്ടേയിരിക്കും. ടീച്ചേഴ്സിന്റെ കാര്യം എനിക്ക് ഏറ്റവും എടുത്ത് ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് അത്രത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ അവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മൾ പഠിച്ചങ്ങ് മാർക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. മാർക്ക് വാങ്ങിച്ച് കൊടുക്കുക മീൻസ് അത് കാണുമ്പോൾ അവർക്ക് സന്തോഷം. അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അവർക്ക് സന്തോഷം, നേട്ടം മുഴുവൻ നമ്മുടെ സ്റ്റുഡൻസിനാണ്. അതാണ് ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മൾ ഏത് കോളേജിൽ പോയാലും നമ്മൾ മാക്സിമം പഠിക്കുക, അത്രേ ഉള്ളൂ. നല്ല എഫേർട്ട് ഇടുക. പ്രൊഫഷണൽ കോഴ്സുകൾ പ്രത്യേകിച്ച് എഫേർട്ട് ഇട്ട് നന്നായിട്ട്, എല്ലാ കോഴ്സിനും എഫേർട്ടാണ്. പക്ഷെ പ്രൊഫഷണൽ കോഴ്സുകൾ ഞാൻ എപ്പോഴും പറയുന്നു കുറച്ച് എക്സ്ട്രാ നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ കളിയും ചിരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിതിനു വേണ്ടി സീരിയസ് ആയിട്ടിരിക്കുന്നു എഫേർട്ട് ഇടുക. അതിന്റെ ഗുണം നമുക്ക് എന്നെ കിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന കോളേജിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്റെ കോളേജിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഡിഗ്രി കോഴ്സ് ആണെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കുമ്പോഴത്തേക്ക് കോളേജിന്റെ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വേണം കോഴ്സുകളിൽ ചേരാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് അറിയാൻ, നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. ഞാനിപ്പോ LBS വഴി എനിക്ക് കിട്ടിയത് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ ഇപ്പം പൊതുവായിട്ട് കോഴ്സുകളിൽ ചേരാനായിട്ട് കുട്ടികൾ തയ്യാറെടുക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു അറിവ് നേടുക. കാരണം ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിന് വരുന്ന പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന്റെയും കോഴ്സും അംഗീകാരങ്ങളൊക്കെ ഉള്ള കോളേജ് ആണോ എന്നൊക്കെ ഉള്ളത് തിരക്കിയിട്ട്, പിന്നെ നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് സ്ട്രക്ചർ ആണോ, പിന്നെ എന്തെല്ലാം നമുക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങളെ കിട്ടും, അതിനുള്ള സാധ്യതകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ചേരുക.
അപ്പോൾ എവിടെ ചേർന്നാലും ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ കോഴ്സ് അത് നിങ്ങൾ 100% എന്താണ് എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് കിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ തളർന്ന് അവിടെ നിന്ന് ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ കളയാൻ നിൽക്കരുത്. നിങ്ങൾ അടുത്ത ജസ്റ്റ് ഒരു കോഴ്സ് ചൂസ് ചെയ്യുക, അതിൽ പോവുക, അതിൽ നിങ്ങൾ ക്വാളിഫൈ ആകുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് അതിൽ നിന്ന് ട്രൈ ചെയ്യും. പഠിക്കുന്നതിന് ഇങ്ങനെ ഒരു ഏജ് അല്ലെങ്കിൽ ഒരു ഇതൊന്നും നിങ്ങൾ അങ്ങനെ കരുതണ്ട. എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വർഷങ്ങൾ കളഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് അടുത്ത വേറൊരു കോഴ്സിലോട്ട് പോവുക, അതിൽ ചേരുക, അതിൽ നിങ്ങൾ ക്വാളിഫൈ ആകുക, നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങുക, 100% അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് പഠിച്ച് നിങ്ങൾ അതിൽ വിജയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും ശ്രദ്ധിച്ച് പുതിയ കോഴ്സിലോട്ടൊക്കെ പോയി നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.